നമസ്കാരം. എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും വിസ്ഡം ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ക്ലാസ് 12 പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ e6 log x മൈനസ് e5 log x ഡിവൈഡഡ് ബൈ e4 log x മൈനസ് e3 log x dxൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിനെ മാത്രമായിട്ട് എടുത്തെഴുതുന്നു. ഇൻ്റഗ്രൽ നമുക്ക് എഴുതണമെന്നുള്ളതാണ്. നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. എന്താണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്? നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടത് e6 log x മൈനസ് e5 log x ഹോൾ ഡിവൈഡഡ് ബൈ e4 log x മൈനസ് e3 log x ഇതിനെ നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് സിംപ്ലിഫൈ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇൻ്റഗ്രൽ സൈനൊന്നും ഡി എക്സ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ചെറിയ ഫംഗ്ഷനാക്കി എടുക്കാൻ പറ്റിയാൽ നമ്മൾ വിജയിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ലോഗിൻ്റെ ഫംഗ്ഷനാണ്. എന്താണ് ലോഗിൻ്റെ പ്രോപ്പർട്ടി? ഒരു പ്രോപ്പർട്ടി പറയുന്നതാണ് എ ലോഗ് ബി. എ ലോഗ് ബി ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് എങ്ങനെ എഴുതാം? ലോഗ് ബി റേസ് ടു എ എന്ന് എഴുതാം. അല്ലെങ്കിൽ ലോഗ് ബി റേസ് ടു എ ലോഗ് ബി എന്ന് എഴുതാം. തിരിച്ച് എ ലോഗ് ബി എ ലോഗ് ബി റേസ് ടു എ എന്ന് എഴുതാം. അപ്പോൾ e6 log x നമുക്ക് എങ്ങനെ എഴുതാം? e ലോഗ് x റേസ് ടു 6 മൈനസ് ലോഗ് x റേസ് ടു 5 ദ ഹോൾ ഡിവൈഡഡ് ബൈ ലോഗ് x റേസ് ടു 6 minus x raised to 4 minus e log x raised to 3. ഇത്ര എഴുതിയല്ലോ. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണ്? e log x. log xൻ്റെ വാല്യൂ എന്താണ്? x ആണ്. അപ്പോൾ ലോഗിൻ്റെ കൂടെ ഏത് ഫംഗ്ഷൻ വന്നു അതായിരിക്കും നമ്മൾ അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ log x raised to 6ൻ്റെ വാല്യൂ എന്തായിരിക്കും? x raised to 6 എന്ന് എഴുതാം. മൈനസ് log x raised to 5നെ എങ്ങനെ എഴുതാം? x raised to 5 എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ ഇതിനെന്താണ്? x raised to 4 എന്ന് എഴുതാം. മൈനസ് ഇതിനെങ്ങനെ എഴുതാം? x raised to 3. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. log xൻ്റെ വാല്യൂ x ആയതുകൊണ്ട്. ഇനി മുകളിലത്തെ ഫംഗ്ഷൻ x raised to 6 മൈനസ് x raised to 5ൽ നിന്നും നമ്മളൊരു x³ പുറത്തെടുക്കുന്നു. x³ പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്താ ഉണ്ട്? x³ മൈനസ് x² ഡിവൈഡഡ് ബൈ താഴേന്നും ഒരു x³ പുറത്തെടുത്തു അല്ലേ. അപ്പോൾ താഴേന്ന് x³ മാത്രമാണ് നമുക്ക് കോമൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മുകളിലേനും x³ എടുത്തത്. ബാക്കി താഴെ എന്തുകൊണ്ട്? x raised to 4ൽ നിന്ന് x³ പോയാൽ ബാക്കി x³ പോയാൽ ബാക്കി -1. അപ്പോൾ എന്താണ്? x³ വെട്ടിപ്പോയി. ഇനി എന്താണ്? x³ മൈനസ് x² നമുക്ക് ആരെ പുറത്തെടുക്കാം? x² പുറത്തെടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? x² ഇൻറ്റു x³ എത്ര കിട്ടും? x -1. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കുമ്പോൾ അതനുസരിച്ചാണ് നമ്മൾ താഴെ എന്തുകൊണ്ട്? x -1 ഉണ്ട്. അപ്പോൾ x -1 വെട്ടിപ്പോകുമ്പോൾ എന്ത് കിട്ടി? x² കിട്ടി. നമ്മൾക്ക് ഈ x²നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ ആ ഫംഗ്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു കൊണ്ടുവന്നപ്പോൾ നമുക്ക് x² വാല്യൂ കിട്ടി. അപ്പോൾ നമ്മളതിന് ഇൻ്റഗ്രൽ x² dx എന്ന് വിളിച്ചു. x² ഇൻ്റഗ്രൽ എന്താണ്? x³ ബൈ 3 പ്ലസ് c എന്നുള്ള ഫൈനൽ ആൻസർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലൂടെ കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ
എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ് ടു 2 log എക്സ് പ്ലസ് ഇ ബൈ 3 ദ ഹോൾ റേസ് ടു എക്സ്. അപ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ ഒന്ന് എടുത്തെഴുതാം. എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ് ടു 2 log എക്സ് പ്ലസ് ഇ ബൈ 3 ദ ഹോൾ റേസ് ടു എക്സ്. നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. അതിന് മുമ്പ് ഒരു ഫംഗ്ഷൻ നമുക്കിവിടെ ലോഗ് എക്സിലെ മാറ്റമുണ്ട്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് പ്ലസ് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 2 log എക്സിന് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ലോഗ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് ഇ ബൈ 3 ദ ഹോൾ റേസ് ടു എക്സ് എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് ക്യൂബ് പ്ലസ് ഇ റേസ് ടു ലോഗ് എക്സ് സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് വെച്ച് നമുക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതാം പ്ലസ് എന്താണ്? ഇ ബൈ 3 ഇവിടെ എക്സ് ആണല്ലോ, ഹോൾ റേസ് ടു എക്സ്, ഇ ബൈ 3 ദ ഹോൾ റേസ് ടു എക്സ്. ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് കൊടുക്കും. ഇനി ഇവിടെ നമുക്ക് എല്ലാ ഫംഗ്ഷനും അറിയാം. എന്താണ്? എ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ, എ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം എ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എ പ്ലസ് സി എന്നാണ് എ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ. നമുക്കിനി എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ഇ റേസ് ടു 3 എന്ന് പറയുന്ന എയും എക്സ് ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇ ബൈ 3 ഡിവൈഡഡ് ബൈ ലോഗ് ഇ ബൈ 3 ഓക്കെ പ്ലസ് സി. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണമെന്നല്ലോ. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. നമ്മളിനി ഇൻ്റഗ്രേഷൻ കിട്ടിയ വാല്യൂ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ്. എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ഇ ബൈ 3 ഡിവൈഡഡ് ബൈ എന്താണ്? ലോഗ് എ ബൈ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാം? ലോഗ് ഇ മൈനസ് ലോഗ് 3 പ്ലസ് സി. ലോഗ് ഇയുടെ വാല്യൂ എന്താണ്? ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ആൻസർ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ഇ ബൈ 3 ഹോൾ ഡിവൈഡഡ് ബൈ ഈ ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. 1 മൈനസ് ലോഗ് 3 പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറയ്ക്കുക. ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.